സുഹൃത്തുക്കളെ, ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ പത്തപ്പിരിയത്ത് ഒരു വലിയൊരു തട്ടിപ്പ് സംഘം എത്തി. ആ തട്ടിപ്പ് സംഘം ഇവിടെ പാവങ്ങളെ ചാരിറ്റിയുടെ പേര് പറഞ്ഞ് വീട് കയറ്റിത്തരാ, പിന്നെ അതുപോലെ വിദേശത്തേക്ക് വിസ തരാ, അതുപോലെ അങ്ങനെ കുറേ ഓഫറുകൾ കൊടുത്തുകൊണ്ട് പാവങ്ങളെ 25,000, 20,000, 30,000 ക്യാഷ് പൈസ വാങ്ങിക്കൊണ്ട് ആ പാവങ്ങളെ പറ്റിക്കുന്ന ഒരു സംഘം തന്നെ നമ്മുടെ പത്തപ്പിരിയത്താണ് എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ ഇപ്പം അത് പത്തപ്പിരിയത്ത് മാത്രമല്ല, അത് പത്തപ്പിരിയത്തെത്തുന്നതിൻ്റെ മുമ്പായി വഴിക്കടവ്, അതുപോലെ പല സ്ഥലങ്ങളിൽ, തൃശ്ശൂർ, ഇപ്പോഴും ആ ആളുകൾ തട്ടിപ്പിൻ്റെ ഈ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പുറലോകം അറിയണം എന്നുള്ള നിലക്കാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ ചെയ്യാനുണ്ടായ കാരണം. ഇപ്പോഴും ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ആ തട്ടിപ്പിൻ്റെ ആളുകൾ ആരെന്ന് വെച്ചാൽ കുറേ പേര് മാറ്റിയിട്ടാണ് ആ തട്ടിപ്പിൻ്റെ ആളുകൾ സമീപിക്കുന്നത്, ജനങ്ങളെ സമീപിക്കുന്നത്. ആ ജനങ്ങളെ, പച്ച പാവങ്ങളെ മാത്രം ഇവർക്ക് മതി. പാവങ്ങളെ മാത്രം, അല്ലാതെ ഒരു ഇടത്തരക്കാരോ അല്ലാതെ പിന്നെ സാമ്പത്തിക ശേഷി ഉള്ളവരൊന്നും ഇവരടുത്തേക്കൊന്നും പോവില്ല. അപ്പം അങ്ങനെ ഒരു തട്ടിപ്പ് സംഘം പത്തപ്പിരിയം വലിയ തൊടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വാടക വീട് കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആണ് അവരെ പിടിക്കപ്പെട്ടത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം, ഇപ്പോഴും അവർ വിവിധ സ്ഥലങ്ങളിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തട്ടിപ്പിന് ഇരയായ ഒരാളുണ്ട്, മഞ്ചേരിക്കാരൻ ഒരാൾ. ഞാൻ അദ്ദേഹത്തിനൊന്ന് ഫോൺ വിളിച്ചു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ ഞാൻ റെക്കോർഡ് ചെയ്ത ആ ഫോൺ കോള് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇത് പിന്നെ അലികുരിക്കൾ എന്ന ആളല്ലേ, മഞ്ചേരി? അതെ അതെ, ഞാനിവിടെ പത്തപ്പിരിയത്താണ് വിളിക്കണേ. ഓക്കെ. എടവണ്ണ സ്റ്റേഷൻ പരിധി. പിന്നെ നമ്മള് ഞാനിപ്പോ നിങ്ങൾ വിളിക്കാൻ കാരണം, ഇവിടെ എന്റെ നാട്ടില് ഇവിടെ പത്തപ്പിരിയത്ത് തന്നെ പിന്നെ ചാരിറ്റിന്റെ പേരും പറഞ്ഞിട്ട് വീട് കയറ്റിത്തരാ, അതുപോലെ ഗൾഫിക്ക് കൊണ്ടുപോകാ, അങ്ങനെ കുറെ ഓഫർ പറഞ്ഞുകൊണ്ട് ഒരു പറ്റിക്കപ്പെടുന്ന കുറെ പാവങ്ങള് പറ്റിക്കപ്പെട്ടുകൊണ്ട്, പിന്നെ ഇപ്പൊ ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു വിഷയങ്ങൾ ഉണ്ടായി. ഇപ്പൊ ഞാൻ എന്താ വെച്ചാല്, ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാ എന്ന ഉദ്ദേശത്തിലാണ് ഇപ്പൊ നിങ്ങളെ ഞാൻ വിളിച്ചത്. കാരണം ഇനി ആളുകൾ പറ്റിക്കപ്പെടരുത്. ഇനി ആളുകൾ ഇതുപോലെ കുറെ പാവങ്ങൾ ഇവിടെ വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ അതിൽ ഇടപെട്ട ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചാൽ ഇതിനെപ്പറ്റി അറിയും എന്ന് എന്നോട്, ഞാൻ അന്വേഷിച്ചോടത്തോളം ആൾക്കാർ എന്നോട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ്. നിങ്ങളുടെ പേരെന്താണ്? അലി കുരിക്കൾ അല്ലേ? എന്റെ പേര് അലിയാണ്. അലി കുരിക്കൾ മഞ്ചേരി മേലാക്കാണ് വീട്. അതെ അതെ അതെ. നിങ്ങള് അതില് പിന്നെ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളെ വിളിക്കാൻ കാരണം. ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞുതരാം. ആയിക്കോട്ടെ. അതൊന്ന് വിശദീകരിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പറ്റിക്കപ്പെട്ടത്, ഈ പാവങ്ങളൊക്കെ എങ്ങനെയാണ്, എന്താ ഏതാന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ തിരക്കല്ലേ? ഓക്കെ. അതായത് ഞാന് ഈ കെണിയിൽ ഞാനും അകപ്പെട്ട ആളാണ്. വീടിനും വേണ്ടിയിട്ട് പൈസ കൊടുത്ത് ഞാൻ എന്റെ കൂടെ എന്റെ മോളടക്കം ഞാൻ പരിചയപ്പെടുത്തിയ 3-4 പേര് അടക്കം അതിൽപ്പെട്ട ആൾക്കാരാണ്. 2023 ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഈ സംഭവമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്. എന്റെ ഒരു സുഹൃത്ത് വഴിയാണ്. സുഹൃത്ത് വഴി അവര് നമ്മള് ഒരു വീടും കാര്യമൊന്നും ഇല്ലാണ്ട് വളരെ വിഷമത്തില് വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. ചെറിയൊരു വീടുണ്ടായിരുന്നു. ആ വീടൊക്കെ നമ്മളെ മക്കളെ 2-3 പെൺകുട്ടികളെ മൂത്ത് അവരൊക്കെ കല്യാണം കഴിച്ചു കൊടുത്ത് പിന്നെ ഒരു വീട്ടില് ഞാൻ വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാം. അപ്പൊ ഞാൻ ഈ മഞ്ചേരി ഭാഗത്ത് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന ആളുകൾ
ആളുകളടുത്തേക്ക് പെട്ടെന്ന് വരെത്തും. അതെങ്ങനെയാണ്? അത് എന്താ വെച്ചാൽ അതൊക്കെ ഒരു കൂട്ടിക്കുളത്താണ്. വീട് വാടകയ്ക്കെടുത്ത ആളുകൾ നിൽക്കുമ്പോൾ അവർ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കും. അയാൾ പിന്നെ ഈ ഓഡിയോയിൽ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കും. 20 റുപ്യ, 25,000, 30,000 ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവരെടുത്ത് കൊണ്ടേ കൊടുക്കും. അപ്പോൾ വീട് വാടകത്ത് എടുത്താണ്ട് അതിൽ വിൽക്കുന്ന ആളുകളെയാണ് ഇവള് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യണം. കാരണം ഓല എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിക്കൊണ്ടേ കൊടുക്കും. മഹലിന്റെ കീഴിലുള്ള ഒരു താമസിച്ച് വരുമ്പോ എന്റെ സുഹൃത്ത് പറയാണ്, നിങ്ങൾക്ക് വീട് സ്ഥലവും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ടീമുണ്ട്, ഒന്ന് പോയി കണ്ട് എന്തായാലും വേണ്ടില്ല ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ പത്തപ്പിരിയത്ത് നിങ്ങൾ വരുന്നത്. അതുപോലെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇവര് ചാരിറ്റി അങ്ങനെയല്ല, ഒരു പേഴ്സണൽ ആയിട്ട് ഒരു വലിയ ഒരു ഫാമിലിയാണ്. അലി മുഹമ്മദ് സാഹിബ് എന്ന് പറഞ്ഞ വാപ്പ, പിന്നെ അയാളെ ജ്യേഷ്ഠനിമാര് ബഷീർ, ഹംസ, പിന്നെ ബഷീർ, അങ്ങനെ 2-3-4 പേരില്. പിന്നെ അയാളുടെ മെയിൻ ഇതിന്റെ ആള് മോനുട്ടൻ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ മെയിൻ. അപ്പൊ അയാള് പറഞ്ഞാല് ഇയാളാണ് മോനുട്ടൻ അബ്ദുറഹ്മാൻ. ഇദ്ദേഹമാണ് ഈ മോനുട്ടൻ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞത്. ഇയാളെ വീണ്ടും പിന്നെ പിടിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് പിടിച്ചിട്ട് ഇയാളെ അടിക്കണ രംഗം അതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വേറെ പിന്നെ കാണിച്ചു തരാം. ഇതാണ് മോനുട്ടൻ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ഒരാൾ. അയാളെ പേരതൊന്നുമല്ല, ഷിഹാബ് എന്നാണ് പേര്. മോനുട്ടൻ അബ്ദുറഹ്മാൻ എന്നുള്ളത് പിന്നെ ഈ തട്ടിപ്പിന് വേണ്ടിയിട്ട് പേരുകൾ മാറ്റി പ്രചരിപ്പിച്ചതാണ്. അപ്പൊ നമ്മൾ ഈ പൈസ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്റെ സുഹൃത്ത് പറഞ്ഞു ശശി എന്ന് പറഞ്ഞ ആള്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നമ്മുടെ നാട്ടിലുള്ള ആളാണ് ഈ ശശിയാണ്. ശശി അയാളവിടെ 24 കൊല്ലമായിട്ട് അവിടെ സ്ഥിര താമസക്കാരനാണ്, നാട്ടുകാരനാണ്. ഫാമിലിയൊക്കെ പിന്നെ മണ്ണാർക്കാട് നാട്. അതെ, മണ്ണാർക്കാടായിരുന്നു ഈ ശശിന്റെ നാട്. അപ്പൊ എൻ്റെ നാട്ടിലാണ് ഇപ്പോൾ 10-22 കൊല്ലമായിട്ട് താമസം. പിന്നെ എൻ്റെ നാട്ടിൽ പറഞ്ഞാൽ നമ്മളൊക്കെ കുറേ പിന്നെ ഓണത്തിനും വിഷുവിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുന്നാൾക്കും അങ്ങോട്ടും അങ്ങനെ പോയിരുന്ന ഒരു ബന്ധം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പിന്നെ ഇദ്ദേഹം ഈ തട്ടിപ്പിനും ഈ പിന്നെ കൈക്കോട്ടോണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ ഇയാൾ ഈ തട്ടിപ്പിന് പിന്നെ കൂട്ടുനിന്നു. ഈ തട്ടിപ്പ് മൂപ്പരാണ് ഇതിലെ പിന്നെ 2-3 കണ്ണി. കേട്ടു നോക്കാം. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നമ്മൾ കുറെ കാലമായിട്ട് അറിയുന്ന ആളാണ്. അപ്പൊ നമ്മള് ഈ പൈസ 20 ആദ്യം വന്നുകാണ്ട് കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നു. അപ്പൊ അന്വേഷിക്കാൻ വേണ്ടി വന്ന സമയത്ത് ശശി പറഞ്ഞെന്ന് വെച്ചാല് ഇയാള് ശശി എന്ന് പറഞ്ഞ ആളാണ് ദുബായിലെ ബിസിനസ്സുള്ള ആൾക്കാരാണ് ഈ മോണ്ടൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആളെ ഫാമിലി. അപ്പോലെ രഹസ്യമായിട്ട് കുറച്ച് ആളുകളെ മാത്രം തെരഞ്ഞെടുത്ത് പാവപ്പെട്ടവരെ വളരെ ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് വീടും സ്ഥലവും കൂടി അവര് ഫ്രീ ആയിട്ടാണ് കൊടുക്കുകയാണ്, വീട് കയറ്റി കൊടുക്കുകയാണ്. അതിന്റെ സ്ഥലത്തൊന്നൊന്നുമില്ല. ഇവര് വലിയ പൈസക്കാരാണ്. ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഈ വീഡിയോ ഈ കേൾപ്പിക്കുകയാണെങ്കിൽ കുറേ പറയാണ്ട്. ഇവർ വലിയ പൈസക്കാരാണ്. എങ്ങനെ? ഈ വീട് കയറ്റി കൊടുക്കണ ഈ മോനുട്ടൻ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ആൾ വലിയ പൈസക്കാരനാണ്. ഈ പൈസക്കാരനല്ല കേട്ടോ, പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇവര് പരിചയപ്പെടുത്തുന്നത് ഇവർ വലിയ പൈസക്കാരാണ്. ഗൾഫിലും ദുബായിലും സൗദിയിലൊക്കെ വലിയ വലിയ കടകൾ നടത്തുന്നത്. അപ്പം നമ്മളെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഓല് പറയാണ്, ഇപ്പം ഈ ഓഡിയോ കേൾപ്പിക്കുകയാണെങ്കിൽ കുറേ കേൾപ്പിക്കാണ്ട്. ഞങ്ങൾ ഫോൺ വിളിച്ച സംഭാഷണങ്ങൾ കുറേ ഉണ്ട്. ഞാൻ ചുരുക്കി പറയാമെന്ന് മാത്രം. ഇപ്പം ഇതിൻ്റെ കുറേ പൈസ ഉണ്ട്. പാവങ്ങൾക്ക് വീട് കയറ്റി കൊടുക്കുക, കല്യാണത്തിന് പൈസ കൊടുക്കുക, പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുക, പിന്നെ പാവങ്ങൾക്ക് പിന്നെ വിസക്ക് പൈസ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ 20,000 റുപ്യ വീട് കയറ്റി കൊടുക്കണമെങ്കിൽ അത് വാങ്ങുന്നുണ്ട്. അത് എന്തിനാ വെച്ചാൽ എന്തിനാണ് വാങ്ങണമെന്ന് വെച്ചു. ഇപ്പോൾ ഇയാൾ പറയുന്നുണ്ട് അത് എന്തിനാണ് വാങ്ങണമെന്ന് വെച്ചപ്പം അതൊന്നും നമുക്ക് വേണ്ട, യത്തീംഖാനയ്ക്കാണ് അത് കൊടുക്കാണ്. അത് യത്തീംഖാനയ്ക്കാണ് കൊടുക്കുക. അത് ലാസ്റ്റ് പിന്നെ അത് നിങ്ങൾക്ക് ആ 20,000-ന് കുടിരിക്കലിന് പിന്നെ കയറ്റിയിട്ട് കുടിരിക്കൽ നടക്കുമല്ലോ. ഈ കുടിരിക്കലിന് സാധനം വാങ്ങി തരേണ്ട നിങ്ങൾക്ക്, അതിനാണ് ഈ പൈസ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നുകൂടി കേട്ടോ. അറിയിക്കണം എന്നില്ല, വലത്ത് കൈ കൊടുക്കണം ഇടത്ത് കൈ അറിയരുത് എന്നുള്ള നിയമമുണ്ട്. പിന്നെ തികച്ചും ഒരു എന്താ പറയാ ഇസ്ലാമികമായ ഒരു മതചാര പ്രകാരം പറ്റിക്കപ്പെടാൻ ഏറ്റവും വലിയ ഒരു പിന്നെ പറ്റിക്കപ്പെടാൻ ഏറ്റവും വലിയൊരു പരിപാടിയാണ് ഇസ്ലാമിൻ്റെ വേഷം ധരിച്ച് ഇസ്ലാമിൻ്റെ ആ ഒരു ചട്ടക്കൂടിൽ നിന്നിട്ട്
ആളുകളെ പറഞ്ഞു പറ്റിക്കുക. അപ്പം ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഒരു സലഫി പള്ളിയിൽ പോയിട്ട് പള്ളിൻ്റെ ഇമാമിനെയും പിന്നെ അവിടുത്തെ നാട്ടുകാരെയും ഒക്കെ ആ നേരത്ത് പള്ളിയിൽ പോകും. മണ്ണാർക്കാടാണ്. പിന്നെ ഇവിടുത്തെ തട്ടിപ്പ് കഴിഞ്ഞാൽ മണ്ണാർക്കാട്ടേക്കാണ് ഇയാൾ പോയത്. അത് ഈ വോയിസിന് മുമ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ സലഫി പള്ളിക്ക് പോയിട്ട് നിസ്കാരം തുടങ്ങുക. ആദ്യം നിസ്കാരം തുടങ്ങി അവിടുത്തെ നിസ്കാരമൊക്കെ തുടങ്ങിയ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് ഞാനിങ്ങനെ ഒരാളാണ്, ഇഞ്ചത്ത് കുറേ പൈസ ഉണ്ട്, ഞാനിങ്ങനെ ചാരിറ്റിക്കാരാണ്. അപ്പം എന്നിട്ട് ചെയ്ത ആളുകൾ, കുറേ പറ്റിക്കപ്പെട്ട ആളുകളുണ്ടല്ലോ, ഈ പറ്റിക്കപ്പെട്ട ആളുകളെ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അവിടുന്ന് 10,50,000 റുപ്യ പിന്നെ മണ്ണാർക്കാട് മണ്ണാർക്കാട് ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് നിന്ന് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ചെക്ക് ചെയ്യും, വന്നിട്ട് ആള് എങ്ങനെയുള്ള മോശക്കാരനാണോ, നടപ്പും ശരിയാണോ നോക്കിയിട്ട് ആളെ ഫാമിലി ഒക്കെ നോക്കിയിട്ട് കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയറിയോ പറഞ്ഞ മനസ്സിലായോ? ഈ ശശിനെ പോലത്തെ 1-2 ആൾക്കാർ ആദ്യം ഈ പാവങ്ങളെ വിളിച്ചിട്ട് ക്ലാസ് എടുക്കും വീട്ടിൽ. നമ്മളെ 10 പിരിയത്തെ വീട്ടിൽ, വാടക വീട്ടിൽ അങ്ങനെ ക്ലാസ് ഉണ്ടായിരുന്നു. ഈ ക്ലാസ് എടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഈ മോനുട്ടൻ അബ്ദുറഹ്മാനാ വരിക, ഈ ചെങ്ങായി ഇവനാണ് വരിക. ഇവൻ വന്നിട്ട് പിന്നെ ക്ലാസ് എടുക്കാൻ എങ്ങനെ ഇവൻ തന്നെ പറയും, നമ്മൾ പറയുന്നത് ആരോടും പറയരുത്. ഇവിടെ 10 ആൾ വന്നിട്ടുണ്ട്, ഈ 10 ആൾക്ക് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ആഡാക്കും. അപ്പം ഇത് ഒന്നും തന്നെ പുറത്ത് പറയരുത്. ഈ പാവങ്ങൾ 25,000 30,000 കൊടുക്കും. പിന്നെ കൊടുത്തിട്ട് പിന്നെ ഇവർ വീട് കിട്ടല്ലേ, വിദേശത്തേക്ക് പോകേണ്ടവര് 30,000 കൊടുക്കണോ, ഓൽക്കും തന്നെ വിദേശത്തേക്ക് പോവല്ലേ എന്ന് കരുതിയിട്ട് ആരോടും മുണ്ടൂല. ഇവരോട് നമ്മൾ നാട്ടിലത്തെ ആളുകൾ, ഞാനടക്കമുള്ള ആളുകൾ ചോദിച്ചു, ഓട്ടോറിക്ഷ ഉണ്ടാവും റോഡിൽ, ഈ റോട്ടിൽ ഓട്ടോറിക്ഷ ഉണ്ടാവും. ഈ ഓട്ടോറിക്ഷ വന്ന ഈ ഓട്ടോറിക്ഷക്കാരോട്, അല്ല നിങ്ങൾ ഇപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വീട്ടിൽ ഈ ശശിൻ്റെ വീട്ടിൽ ആളുകൾ ഇങ്ങനെ എന്താ സംഗതി? അപ്പോൾ ഓട്ടോറിക്ഷക്കാരെ നമുക്കറിയില്ല, ഞങ്ങൾ ഇന്ന സ്ഥലത്തു നിന്ന് വന്നതാണ്. ഈ വേറെ കുറേ താത്താർ ചേച്ചിമാർ അങ്ങനെ കുറേ വയസ്സായോല് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കയറി വരും. അപ്പോൾ ഞങ്ങൾ ചോദിക്കും എന്താ സംഗതി? അതുപോലെ ഞങ്ങൾ ക്ലാസ്മേറ്റ്, ഞങ്ങൾ കൂടെ പഠിച്ച ആളുകളുടെ ഒരു മീറ്റിങ്, ഒരു ഗെറ്റ് ടുഗദർ, അങ്ങനെയൊക്കെ ഇനി പറഞ്ഞിനി നമ്മളെ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, പാവങ്ങളാണ്. വട്ടിക്ക് ഇപ്പം ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വട്ടിക്ക് പൈസ വാങ്ങിയിട്ട് ഇദ്ദേഹവും ഈ ഫോം വിളിക്കുന്ന ആളും ഇദ്ദേഹത്തിൻ്റെ മകനും മഞ്ചേരി മേലാക്കത്തുള്ള അലി കുരിക്കളി എന്ന് പറഞ്ഞ ആളാണ് ഇയാൾ ഇതിൽ പറ്റിക്കപ്പെട്ട ആളാണ്. ഇയാളെ മക്കളെ കെട്ടിക്കാൻ വേണ്ടി വീടും പറമ്പും വിറ്റിട്ട് ഇയാൾ ഇതിൽ പറയുന്നുണ്ട്, എന്ത്, എനിക്ക് പള്ളിയിൽ, മേലാക്കം പള്ളിയിൽ അവിടെ ഒരു വീടില്ലാത്ത ആളുകളെ മഹല്ലിൽ ചേർക്കൂലോ, അപ്പം അങ്ങനെ ഒരു വീട് കിട്ടുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഈ പൈസ കൊടുക്കുന്നത്. മകളും പൈസ കൊടുക്കുന്നത്. ആ പൈസയും പോയി, എല്ലാം പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇപ്പോൾ പിന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇനിയും ഉണ്ട്. അല്ല, ഞാൻ ഫോൺ വിളിച്ചത്. എന്നിട്ട് അപ്പോ ഇങ്ങനെ ഇവര് വീട്ടിലൊന്ന് കണ്ടു. അവനോട് പറഞ്ഞ് സാക്ഷി കാണിച്ചാൽ ഞങ്ങളൊക്കെ 2 വർഷത്തിലായി കാത്തിരി, നിങ്ങൾ ഭാഗ്യവുമായി 2024 ഫസ്റ്റ് തന്നെ കിട്ടുന്ന. ഈ ശശി പറയാണ്, നമ്മളെ നാട്ടിലത്തെ ശശി പറയാണ്, ഞാൻ ഇങ്ങനെ കാത്തുനിന്നാണ്ട് എനിക്ക് പെര കിട്ടിയിരിക്കണെന്ന്. എവിടെയാ പെര കിട്ടി വെച്ചാൽ പെര കാണിച്ചു കൊടുക്കൂല, കാരണം പെര കിട്ടിയിട്ടില്ലല്ലോ. ഈ ശശി മുഖേന ആളുകളെ പറ്റിക്കപ്പെടുകയാണ്. എന്നിട്ട് ഇയാളോട് പറഞ്ഞേക്കാണ് പെര കിട്ടിയിരിക്കുന്നത്. അവസ്ഥയിലൂടെ വന്ന് എന്റെ മോള് ഇതേ അവസ്ഥയിൽ വാടകയ്ക്ക് താമസിക്കാം. മോളെ ഞാൻ അവള് എവിടുന്നൊക്കെ പിന്നെ ഉള്ളി പെറുക്കി കടം വാങ്ങി വട്ടിക്ക് വാങ്ങി ഒക്കെ കൂടി പൈസ 20,000 ഉണ്ടല്ലോ. എന്റെ സുഹൃത്തുണ്ട് വേറെ ഉസ്മാക്കാന്ന് പറഞ്ഞു, അങ്ങനെ 3-4 ആളുകൾ കൊണ്ട്. പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ടായി ശശിന്റെ വീട്ടില് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ മീറ്റിംഗ് നടന്നപ്പോ ഈ മോനിട്ടൻ പറഞ്ഞ ആളവിടെ വന്നു. ഞങ്ങള് ഒരു 10-15 ആളുണ്ടായിരുന്നു അവിടെ. ഞങ്ങള് അപ്പൊ ഈ അയൽവാസികൾക്കൊന്നും ഒരു സഹകരണം കാണില്ല. ഇവന്റെ അയൽവാസി അവര് സഹകരിക്കൂല. കാരണം അങ്ങനെയാണ് ഇവന്റെ സ്വഭാവം. പാവങ്ങൾ വന്നിട്ട് അവരെ പിന്നെ ചൂഷണം ചെയ്യാമല്ലോ. ചൂഷണം ചെയ്യുമ്പോൾ ഈ അയൽവാസികളായിട്ട് സംസാരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇരിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, പിന്നെ
ഞാനിപ്പോൾ ഇപ്പോൾ ഇട്ട ഈ പോസ്റ്റ് ഇതാ കാരുണ്യ പ്രവാസി കൂട്ടായ്മ ഗ്രൂപ്പ് 25. അപ്പോൾ 25ാമത്തെ വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര 1 2 3 4 5 എന്ന് പറഞ്ഞ് അങ്ങനെ ക്രമ നമ്പറിൽ പോരുന്ന 25ാമത്തെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു പിന്നെ പോസ്റ്ററാണ് ഈ ഇറക്കിയിട്ടുള്ളത്. ഇത് വീടെവിടെയും കൊടുത്തിട്ടൊന്നുമില്ല, വീടെവിടെയും കൊടുത്തിട്ടില്ല കണ്ടോ. 5 വീടിൻ്റെ താക്കോൽദാനം എന്നാ പറഞ്ഞത്, 5 വീടിൻ്റെ താക്കോൽദാനെ. ഇവര് 3 ആളുമാണ് ഇതിൻ്റെ. പക്ഷേ അതിൽ പിന്നെ കുറച്ചാളുകൾ നിരപരാധികളുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ ഫോട്ടോ ഇതാ, ഈ ഫോട്ടോയിലുള്ള ഈ ഇതാ ഇവനാണ് മോനുട്ടൻ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞത്. മോനുട്ടൻ അബ്ദുറഹ്മാൻ ഷിഹാബ് എന്ന് പറഞ്ഞ പിന്നെ ഒറിജിനൽ പേരുള്ള ആൾ. ഇദ്ദേഹത്തിൻ്റെ ബാപ്പയായി അഭിനയിക്കുകയാണ് ഇയാൾ. കാരണം അയാൾ പാവാണ്, അയാളെ തൃശ്ശൂർ ആ ഭാഗത്തുള്ളതാണ്. ബാപ്പയായി അഭിനയിപ്പിച്ചു എന്ന് പറയുന്നത് അഭിനയിപ്പിച്ചു. ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ വിഷമത്താലെ പിന്നെ സുഖമില്ലാതെ കുത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. സുഖമില്ലാതെ വീട്ടിൽ ഇരിക്കുകയാണ്. അത്രക്കും എടങ്ങേറായിട്ടാണ് ഈ പാവം എടങ്ങേറായി. അപ്പോൾ അതാ ഇതൊക്കെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ മകനായി അഭിനയിക്കുക, ജനങ്ങളെ മുന്നിൽ ഈ പാവങ്ങളെ മുന്നിൽ അഭിനയിപ്പിച്ച് കാണിച്ചു കൊടുക്കുക. പിന്നെ അതടയ്ക്കട്ടെ, നമ്മളെ ഈ ശശി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഈ ശശി എന്ന് പറഞ്ഞ ആളെ പിടിച്ച് പോലീസ് പൊക്കിയപ്പോൾ അവിടെ കുറേ ആളുകളൊക്കെ വന്നിരുന്നു. പിന്നെ പൈസ വേണം എന്നൊക്കെ പറഞ്ഞു കുറേ. അപ്പോഴാണ് പെണ്ണുങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് വരുന്നത്, എന്തിനാണ് ഈ ശശിൻ്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ആളുകൾ ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ കൂടെ പഠിച്ചവരാണ്, മറ്റവരാണ്, മറിച്ചവരാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഗതി വരാനുണ്ടായ കാരണം. ഇപ്പോൾ ശശിനെ പിടിച്ചപ്പോൾ ശശിൻ്റെ ആ കുമ്പസാരം ഒന്ന് കേട്ടോ നിങ്ങൾ. മോനുട്ടൻ അബ്ദുൾ റഹ്മാൻ എന്ന ആളുടെ പേര് വ്യാജമാണ്, അത് സിയാവുദ്ദീൻ എന്നാണ്. ഈ പറയുന്ന ഓരോ വ്യക്തികളുടെയും വ്യാജമാണ് ഞാൻ ഇതിൽ വിടുന്നുണ്ട്. അത് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുക, ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പറഞ്ഞ ആള് അതേമാതിരി മുഖ്യ രക്ഷാധികാരി മുഹമ്മദ് സാഹിബ് എന്ന് പറഞ്ഞ കുംഭസരിക്കാണ്. അതേമാതിരി റഷീദ് സാഹിബ് എന്നയാള്, അതേമാതിരി ഹംസ സാഹിബ് എന്ന് പറഞ്ഞയാള്, അതേമാതിരി റസാഖ് സാഹിബ് എന്ന് പറഞ്ഞയാള്, ഇവര് എല്ലാവരുടെയും ഫോട്ടോസ് ഞാൻ ഇതിൽ വിടുകയാണ്. ഇവര് അങ്ങനെ ഇവര് ഈ കൂട്ടായ്മയിലേക്ക് പറയാൻ കിട്ടുന്നില്ല, പ്രവാസി ആകാനുള്ള ആൾക്കാരെ കൂട്ടാൻ പറയുകയും ആ ആൾക്കാരിൽ നിന്നും 35,000 രൂപയും ആധാറിൻ്റെ കോപ്പിയും 2 കോപ്പി ഫോട്ടോയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും തരണമെന്ന് പറയുകയും അതുപോലെ വക്കപ്പ് വീട് എന്ന് എത്തിൻകുട്ടികൾക്ക് കൊടുക്കുവാനാണെന്ന് പറഞ്ഞ് 20,000 രൂപയും ആധാറിന്റെ കോപ്പി 35,000 രൂപ ഫോട്ടോ ഇതൊക്കെ വാങ്ങുമ്പോഴാണല്ലോ ഒരു പിന്നെ ക്ലാരിഫൈ ആകുക. അപ്പൊ ഉറപ്പാണെന്ന് എല്ലാവരും കരുതുമല്ലോ. ആധാറിന്റെ കോപ്പിയും ഫോട്ടോയും വാങ്ങുകയും പെൻഷൻ എന്ന് പറഞ്ഞിട്ട് 1000 രൂപയും ആധാറിന്റെ കോപ്പിയും. വഖഫ് വീട് എന്ന് പറയുന്നത് ഏതറിയോ? അങ്ങനെ അതാണ് ഓരോ ഈ മലയാളിമാര് കയറ്റി കൊടുക്കാൻ ഞങ്ങളാണ് കയറ്റി തരുന്ന ആ വീടാണ് കൊണ്ട് വാങ്ങിപ്പിച്ച് കൊടുക്കുകയും. ഇനി ഞാൻ പറയാൻ പോണത് ഈ ചെങ്ങായിന്റെ ഈ തട്ടിപ്പ് കള്ളന്മാരാണ്. ഈ കള്ളന്മാര് ഒരുമിച്ച് നിന്നിട്ടൊരു വീഡിയോ ആണ്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ. ഇവരാണ് ഇതിന്റെ മെയിൻ തട്ടിപ്പിന്റെ ആളുകൾ. തൃശ്ശൂര് ആ ജില്ലകൾ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോലും ക്ഷമിക്കണം, ഓലിക്കും അറിയാം എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തതെന്ന്. പക്ഷെ മനുഷ്യന്മാരെ ഇഷ്ടമാണ്, ജില്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. എല്ലാ മനുഷ്യന്മാരും അങ്ങനെയല്ല, എല്ലാ ജില്ലകളിലും നല്ല മനുഷ്യന്മാരുണ്ട്. അതിലിപ്പോ ഇടവണ്ണ 1-2 ആളുകൾ തെറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് വേറെ കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ
ഇടവണ്ണ എല്ലാവരും കാരണം ജാമിയ നദ്വി അറബി കോളേജിൽ പഠിച്ച ആളാണ്. എനിക്ക് അവനെ കുറിച്ച് കൂടുതലും കൂടി അറിയാം. ആ നദ്വിയ കോളേജിനെ കുറിച്ചിട്ടും ആ ചുറ്റുപാടിനെ കുറിച്ചിട്ടും. പിന്നെ ഇവര് പല ആരോപണങ്ങൾ അവിടെ വരുന്നുണ്ട്, എന്തോ ഫ്ലെക്സ് ബോർഡ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ ഞാൻ നിഷേധിക്കുകയാണ്. അതൊക്കെ അവിടുത്തെ സാമൂഹ്യ വിരുദ്ധരെ ചെയ്യുന്ന ആളാണ്. പക്ഷെ അങ്ങനത്തെ നാടല്ല ഇടവണ്ണ. കാരണം ഒരു പക്ക ഇഷ്ടമുള്ള ഒരു നാടാണ് ഈ ഇടവണ്ണ. വഴിക്കടവിനെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല. ഏറ്റവും കൂടുതൽ ഹോട്ടലുകളുള്ള നാട് വഴിക്കടവ്. പിച്ചുവടക്കം പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അതിനുപരി നല്ല സ്നേഹമുള്ള നാടാണ്. പല ഭാഗത്തു നിന്ന് വന്ന് എത്തപ്പെട്ട ആളുകൾ എന്ന് വെച്ചാൽ അത് പല ആളുകളുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ നീരാവിനെ കുറിച്ചൊക്കെ പറയുന്നത്. പിന്നെ എനിക്ക് ഇത്രേ പറയുള്ളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഒറ്റ തീർപ്പിന് എൻ്റെ കൂടെ എല്ലാവരും, എൻ്റെ കൂടെ എന്നല്ല, ഞാൻ, എൻ്റെ ഉപ്പ, നജീബ് മാങ്കായി, ശശി ചൂട്ടുവേലി, സുബൈർ തച്ചമ്പറ്റ, റാഫി മങ്കടയല്ല, റാഫി തച്ചമ്പറ്റ ആണ് ഞങ്ങള്. ഞങ്ങൾ പ്രവർത്തകരായിട്ടല്ല സംസാരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ പ്രവർത്തകരല്ല, കാരണം ഇതിപ്പോ പ്രവർത്തകരല്ല. നമ്മൾ ഈ ഗ്രൂപ്പിൽ എല്ലാവരും പ്രവർത്തകരാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഗ്രൂപ്പിൽ വേണ്ടി ഇനിയുള്ള ദിവസങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം. വീട് എന്നൊരു സ്വപ്നം. അപ്പൊ ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവും എന്ന് പ്രതീക്ഷയോടെ എൻ്റെ കൂടെ റസാഖ് കാവിൽ, സുബൈർ തച്ചമ്പറ്റ, നജീബ് മങ്കായി, ശശി ചൂട്ടുവേലിൽ. ഇവരാണ് ഇതിന്റെ മുഖ്യ കണ്ണികൾ. കണ്ടങ്ങളെ എന്താണ് ഇപ്പൊ ഈ പിന്നെ ഇവരെ ഈ പോസ്റ്ററിന്റെ അടിയിൽ തന്നെ എഴുതിയത് ഒറ്റ തീർപ്പ് പദ്ധതി, വീടുകളുടെ താക്കോൽ ദാനം. വെള്ളിയാഴ്ച നിലമ്പൂര്. ഇനി 63 നാള്. ഈ 63 നാളാകുമ്പോഴേക്കും ഈ പാവങ്ങളെടുത്ത് കാശൊക്കെ പിന്നെ പിഴിഞ്ഞെടുക്കണം. ഈ 63 നാള് എന്ന് പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും 63 നാളാവും. ഇങ്ങനെയാണ് ഇതുപോലത്തെ ഒരു തട്ടിപ്പ് സംഘം നമ്മുടെ നാടുകളിൽ വിലസുന്നുണ്ട്. എല്ലാവരും പ്രബുദ്ധരായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഇതിൽ ഈ ചെങ്ങായിനെ ഇപ്പോൾ ഈ പിന്നെ പ്രസംഗിച്ച ഇവണ്ടല്ലോ, ഈ താടിയൊക്കെ നീട്ടി വളർത്തിയ ചെങ്ങായി, ആ ചെങ്ങായിനെ പിന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് പിടിച്ചിട്ട് ഓനെ ആളുകൾ കൈകാര്യം ചെയ്യുന്ന രംഗമാണ്. അതൊന്ന് കണ്ടോക്കി നിങ്ങൾ. ഇവിടെയാണ് ഈ പൈസ പാസ്പോർട്ട് അസുഖം ഉണ്ടാ ഷിയാബെ? നിനക്ക് അസുഖം ഉണ്ടാ? അല്ല, അനക്ക് കിഡ്നി പേഷ്യന്റ് ഒന്നല്ല. നിനക്ക് മുറിവുണ്ട് എവിടെയെങ്കിലും? ഈ ഞങ്ങളോട് കിഡ്നി പേഷ്യന്റ് ആണെന്നല്ല പറഞ്ഞിന്. അല്ല, നീ ഇടക്കിടക്ക് അസുഖം അഭിനയിക്കുന്നില്ലേ? ഇന്നലാക്കിട്ട് അത് ശ്വാസം മുട്ടല്ലോ. അസുഖം നിലത്തൊക്കെ പോയിട്ട് അഭിനയിക്കുന്ന എന്താണ് അഭിനയല്ല അത്? ഈ അലീമോ എനിക്ക് കിടന്ന പരിചയോ? ആളെ നീ പറ്റിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എവിടെ, ഏത് സ്ഥലത്ത് വെച്ചിട്ട്? ഇവനെ പിടിക്കപ്പെട്ടു. ഇവനെ പിടിച്ച് ആളുകൾ ഇവരിപ്പോ മഞ്ചേരി ഈ സലീംച്ച നിനക്ക് പരിചയം? സഭയിലാണെന്നാ പറയുന്നത് കേൾക്കുന്നത്. ഇതില് കുടുങ്ങിയ ആളുകൾ എന്താണെങ്കിലും നടക്കുമല്ലോ. ഈ കുറ്റിപ്പാലുപ്പ പറയുന്നത് ഇവൻ ആളെ പരിചയമുണ്ടോ? മഞ്ചേരി സബ് ജയിലിലാണ് ആളുണ്ടോ എന്നാണ് പറയുന്നത്. പിന്നെ പല ആളുകളും ആളുകൾ മുങ്ങിയോലുണ്ട്, കുറെ പൈസയും കൊണ്ട് മുങ്ങിയോലൊക്കെ ഉണ്ട്. പിന്നെ ഇരിക്കട്ടെ, ഇതൊക്കെ ഈ വീഡിയോ കംപ്ലീറ്റ് കാണിക്കാം. വീഡിയോന്റെ ലെങ്ത് കുറെ കൂടിപ്പോവും എന്ന് കരുതിയിട്ടാണ്. പിന്നെ വേറൊരു വീഡിയോ കൂടി കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൽ പറ്റിക്കപ്പെട്ട ആൾ, ഈ ചെങ്ങായിൻ്റെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ മോനുട്ടൻ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ആളുടെ വാപ്പയായി അഭിനയിച്ച ആളാണ്. ഈ അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ഇവർ പറയിപ്പിച്ച വർത്താനാണ്. അതൊന്ന് കേട്ടു നോക്കാം. പ്രധാനമായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്ഷമിച്ച് നിൽക്കുക. നമ്മളൊരു ക്യൂവിൽ എങ്ങനെയാണോ ക്ഷമിച്ച് നിൽക്കുന്നത്, നമ്മളെ ടൈം വരുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങൾക്കത് ഏകിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് തരാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ക്ഷമിച്ച് നിൽക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. ക്ഷമ വളരെ അത്യാവശ്യമാണ് നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുക.
സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ക്ഷമിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മൾ എവിടെ പോയാലും ഇപ്പൊ നമ്മൾ പഞ്ചായത്തിൽ തന്നെ ഒരു വീടിന് അപേക്ഷ കൊടുത്താൽ അതിന് കുറച്ച് സമയം എടുക്കും. അതിന്റെ പ്രോസസ്, അതിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇതിപ്പോ എന്റെ ബഹുമാനപ്പെട്ട എന്റെ ഇക്ക, ഞാൻ കാക്കു എന്ന് വിളിക്കുന്ന അബ്ദുറഹ്മാൻ കളത്തിൽ, സുലൈമാൻ സാഹിബ്, റഷീദ് സാഹിബ്, അതുപോലെ തന്നെ വഹാബ് സാഹിബ്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ള എന്റെ മൂത്ത് കാക്കു ഹുസൈൻ സാഹിബിനെ കുറിച്ചാണ്. അപ്പൊ ഇവരെല്ലാവരും കൂടി കൊണ്ട് നടക്കുന്ന ഒരു സംവിധാനമാണ് ഇത്. അപ്പോൾ ആ ഒരു സംവിധാനത്തിൽ കൂടെ ആ കടന്നു പോകുമ്പോൾ എടുക്കുന്ന സമയമാണ്. ആ സമയത്തിന് നിങ്ങൾ കാത്തു നിൽക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നമ്മളൊരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നിങ്ങൾക്കത് ഏകിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ആരോഗ്യവും ആയുസ്സും അള്ളാഹു തരികയാണ്, തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം നടന്നിരിക്കും. പക്ഷേ അതിന് നിങ്ങൾ കുറച്ച് ഇത് ഇദ്ദേഹം തുടങ്ങി വെച്ചതാണ്. പിന്നെ എവിടേക്കാണ് പോകുന്നത്, ഇദ്ദേഹത്തിന്റെ ആ സംസാരം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. പക്ഷെ ഇതൊക്കെ ഇദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇദ്ദേഹം എന്നിട്ട് അതിൻ്റെ ഈ ചെയ്ത പക്ഷാതാപത്തിൻ്റെ ഒക്കെ ഭാരം സഹിക്കാൻ കഴിയാതെ രോഗിയായി കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച ആളുകൾ ഇപ്പോഴും അതിൻ്റെ പൈസയൊക്കെ ആയിട്ട് മുങ്ങി നടക്കുകയാണ്. ഇദ്ദേഹം പാവം ഇപ്പോഴും സുഖമില്ലാതെ കിടക്കുക, നിരപരാധിയാണ് ഇദ്ദേഹം. അപ്പം ഇദ്ദേഹം പറഞ്ഞതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. പിന്നെ ലാസ്റ്റ് മൂപ്പര് പറഞ്ഞു, ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, ഞാനിങ്ങനെ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വീഡിയോയും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതാ ഇദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ്. അതും കൂടി നമുക്ക് കേട്ടിട്ട് അവസാനിപ്പിക്കാം. ഒന്ന് കേട്ടു. എൻ്റെ പേര് അലി മുഹമ്മദ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചേർപ്പ് പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. 62 വയസ്സുണ്ട്. ഞാൻ ഈ 2021 കാലഘട്ടം, ആ കൊറോണയുടെ സമയത്ത് ഒരു ഫേസ്ബുക്കിൽ കൂടെ ഷിഹാബ് കളത്തിൽ എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുമ്പോൾ ആളെന്നോട് പറഞ്ഞ ചാരിറ്റി പ്രവർത്തനമാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിചയപ്പെട്ടത്. ഒരു 5-6 മാസത്തെ പരിചയത്തിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് വാട്സപ്പ് നമ്പർ കൈമാറി. ആ വാട്സപ്പ് നമ്പറിൽ കൂടിയായി പിന്നെ ഞങ്ങളുടെ സംസാരങ്ങൾ. അപ്പോൾ അവൻ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ എന്നോട് പറയും. വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, പാവപ്പെട്ടവർക്ക് മരുന്ന് മേടിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ വിദേശത്തേക്ക് ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ചെറിയ പൈസയ്ക്ക് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും അപ്പോൾ ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു ദിവസം ഞാൻ ഷെയർ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ വാ ഞങ്ങളുടെ കൂടെ നിൽക്ക്, ഞങ്ങൾ സഹായങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആളെ കാണാൻ പോയി. അങ്ങനെ ആളെ കാണാൻ പോകുമ്പോൾ ആൾ താമസിക്കുന്ന ചേലാമ്പ്ര പെരുണ്ണേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പോയി ഞാൻ ആളെ കണ്ട് തിരിച്ചു വന്നതിൻ്റെ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ്റെ ഉപ്പ എന്ന് പറയുന്ന ഒരു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരാൾ എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. നീ അവൻ്റെ കൂടെ പോയി നിൽക്കുക, അവനൊരു കിഡ്നി പേഷ്യൻ്റാണ്, നിൻ്റെ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ തീർത്തു തരാം, നിൻ്റെ മക്കളെയൊക്കെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് അത് നല്ലൊരു കാര്യമുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ അവൻ്റെ കൂടെ പോയി നിന്നു. എൻ്റെ മക്കളെ പാസ്പോർട്ടൊക്കെ അവിടെ മേടിച്ച് വെച്ചു, എൻ്റെ പാസ്പോർട്ടും അവിടെ മേടിച്ച് വെച്ചു. അപ്പോൾ അവനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്ന് കാണും, ഇവർ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കും, അതൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാരും ഇങ്ങനെ ഒരു 3-4 മാസം അങ്ങനെ കടന്നുപോയി. ഈ 3-4 മാസത്തിൻ്റെ ഇടയിൽ ഒരു 4-മത്തെ ഒക്കെ മാസമായപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് അവിടെ കാശിൻ്റെ കാര്യം ചോദിച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഈ കാശ് എൻ്റെ പേരിലാണ് ഇവർ അയച്ചേക്കുന്നത്, എൻ്റെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കാനുള്ള കാരണം എൻ്റെ അക്കൗണ്ട് നമ്പർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ അക്കൗണ്ട് നമ്പറിലേക്കാണ് ഇവൻ കാശ് കുറേ ആൾക്കാരിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. അപ്പം ഞാനിതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു അത് ഉപ്പ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. ഞാൻ ചെയ്തു ഉപ്പ, അതായത് എൻ്റെ ഉപ്പ പറഞ്ഞിട്ടാണ്, അതായത് അവൻ്റെ ഉപ്പ പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു ഈ വക സാമ്പത്തിക ഇടപാടിനാണെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞ് ഞാനും അവനും കൂടി അവിടെ വെച്ചിട്ടൊരു ഒന്ന് വഴക്കായി മാറിയായി. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ ആ വന്നവർക്കൊക്കെ പൈസ കൊടുത്തു. ഒരു 6-7 പേരുണ്ടായിരുന്നു, ആ പൈസ അവർക്ക് കൊടുത്തു. ആ പൈസ അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അങ്ങനെ എങ്ങനെയാണെങ്കിലും ഞാൻ തുടർന്ന് പോകാൻ താല്പര്യമില്ല, എൻ്റെ മക്കളെ പാസ്പോർട്ട് ഇട്ട് തന്നോ, ഞാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ശരി, ഞാൻ നാളെ അതെനിക്കൊന്നൊരു വ്യാഴാഴ്ച വെള്ളിയാഴ്ച എന്നാണ്, ഞായറാഴ്ച എൻ്റെ ഉപ്പ വരും, അതിന് മുമ്പ് ഞാൻ പാസ്പോർട്ടൊക്കെ മേടിച്ചു തരാം, പാസ്പോർട്ട് അൽമാസ് ട്രാവൽസിലായിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഫെബ്രുവരി 5-ാം തീയതി വൈകിട്ട്
കോട്ടയ്ക്കലേക്ക് പോയതാണ്. ഒരു പീതാംബരൻ എന്ന് പറഞ്ഞ ആൾ ആ കൂട്ടത്തിലുള്ള ആളെയും കൂട്ടിയിട്ട് കോട്ടയ്ക്കലേക്ക് പോയതാണ് അവസാനമായിട്ട് ഞാനവനെ കണ്ടത്. പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. അപ്പോൾ അവൻ പോയതിന് ശേഷമാണ് മനസ്സിലായത് അവൻ മേടിച്ചിട്ടുള്ള ഒരുപാട് ബാധ്യതകൾ, ഒരുപാട് സാമ്പത്തിക ബാധ്യതകളൊക്കെ എൻ്റെ തലയിൽ വന്നു എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ വീട് സൊസൈറ്റിയിൽ പണയം വെച്ചിട്ട് എന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ പറ്റാവുന്നവർക്ക് ഞാൻ കൊടുത്തു തീർത്തു. ഒരു 80% ആൾക്കാർക്കും ഞാൻ അത് കൊടുത്തു തീർത്തിട്ടുണ്ട്. പിന്നെ അവനെ ഞാൻ അന്വേഷിച്ചു ഞാൻ പല രീതിയിലും പല ആൾക്കാരുടെ കൂടെയൊക്കെ അന്വേഷിച്ചു. ആ ഫേസ്ബുക്കിൽ കൂടെ തന്നെ അന്വേഷിച്ചപ്പോൾ അവൻ്റെ ഉപ്പ എന്ന് പറയുന്ന ആൾ കോട്ടയ്ക്കൽ ഇങ്ങനെ എവിടെയാണ് കുറ്റിപ്പാല എന്ന് പറയുന്ന സ്ഥലത്ത് എന്നെപ്പോലെ തന്നെ പറ്റിക്കപ്പെട്ട ഒരാളാണ് ഇവൻ. എന്നോട് ഉപ്പ എന്ന് പറഞ്ഞ ഒരാൾ, ഒരു അബ്ദുറഹ്മാൻ, അയാളവിടെ ഒരു താജ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളാണ്. അയാളെയാണ് എന്നോട് പറയുമ്പോൾ അവൻ്റെ ഉപ്പയായിട്ട് പറഞ്ഞത്. അയാളെ ഞാൻ കണ്ടുപിടിച്ചു. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഫേസ്ബുക്ക് വഴിയൊക്കെ ഓരോരുത്തരായിട്ട് അന്വേഷിച്ചപ്പോൾ ഒറിജിനലി അവൻ പാലക്കാട് പിരായിരി എന്ന് പറഞ്ഞ സ്ഥലത്താണെന്നൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞു. വളരെ ഒരു കെടുക്കാൻ പോലും ഇടയില്ലാത്തൊരു വീട്ടിലാണ് അവൻ്റെ ഉമ്മയിപ്പൊക്കെ താമസിക്കുന്നതൊക്കെ എന്നറിഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞാൻ അത് വിട്ടു. പക്ഷേ ഞാൻ അന്ന് കോഴിക്കോട് നിന്ന് ഇതെല്ലാം അവസാനിപ്പിച്ച് പോരുന്ന സമയത്ത് തേഞ്ഞിപ്പാലം സ്റ്റേഷനിൽ കയറിയിട്ട് പരാതിപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് പരാതിപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് പിന്നെ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2024 ഫെബ്രുവരിയിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് നിലമ്പൂർ വഴിക്കടവ് ഭാഗങ്ങളിൽ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ഫോട്ടോകൾ വെച്ചിട്ട്, ഫോട്ടോകൾ വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അവൻ്റെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് മതപരമായിട്ടുള്ള കുറേ വീഡിയോസ് അവൻ എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാരിറ്റി സംബന്ധമായ കുറേ വീഡിയോസുകളും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാനതൊക്കെ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ. ആ വീഡിയോകളാണ് പ്രചരിപ്പിച്ചിട്ടാണ് അവൻ നിലമ്പൂർ ഞാൻ അവൻ്റെ ഉപ്പിയാണെന്നും എൻ്റെ ഭാര്യ അവൻ്റെ ഉമ്മയാണെന്ന് പറഞ്ഞിട്ട് പറ്റിക്കൽ നടക്കണമെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങളെ ഹോം സ്റ്റേഷനിൽ, അതായത് ഞങ്ങളെ ചേർപ്പ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തു. ആ കേസ് നിലമ്പൂർ സ്റ്റേഷനിൽ കൈമാറി. നിലമ്പൂർ സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. പിന്നെ അത് അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇത് കിട്ടിയത്. പിന്നെ അതിലിടയ്ക്ക് അവനെ പിടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ട്, പിന്നെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് കേട്ട് ഒന്നും എനിക്ക് നേരിട്ട് പോകാനോ അതിനുള്ളൊരു മാനസികമായിട്ടുള്ള ആരോഗ്യമുള്ള ഒരാളല്ല ഇപ്പം ഞാൻ വളരെയധികം തകർന്നു പോയ ഒരാളാണ്. ഇവനിലൂടെ ഒരുപാട് താഴോട്ട് ജീവിത നിലവാരം വളരെ താഴോട്ട് പോയ ഒരാളാണ്. ഇപ്പോൾ ഇതാ വീണ്ടും 2 ദിവസം മുമ്പ് അവനെ ഇടവണ്ണ ഭാഗത്ത് വെച്ചിട്ട് സെയിം ഞാൻ തന്നെയാണ് അവൻ്റെ ഉപ്പ, ഞാനാണ് ഉമ്മ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനെ പിടിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഇടവണ്ണ പോലീസ് സ്റ്റേഷനിൽ അവനെ എത്തിച്ച ഫോട്ടോ എനിക്ക് ഒരാൾ അയച്ചു തന്നു. അതൊക്കെ കണ്ടപ്പോൾ എന്നെ നല്ലവരായ കുറച്ച് സുഹൃത്തുക്കൾ പറയാണ്, നീ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട് ഞാനൊരു ഈ മഞ്ചേരിയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. എനിക്ക് ഈ ഷിഹാബ് കളത്തിൽ എന്ന് പറയാൻ, അവൻ ഇപ്പം എന്താണ് അവൻ്റെ പേരെന്ന് എനിക്കറിയില്ല. ഷിഹാബ് കളത്തിലായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള തിരിമറികളിൽ എനിക്ക് യാതൊരു പങ്കുമില്ലാന്ന് അള്ളാഹുവിനെ സാക്ഷിയിട്ട് നിങ്ങളോട് പറയുന്നു. ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. ഇനി എനിക്ക് പറയാനുള്ളത്, ഇതുപോലത്തെ തട്ടിപ്പ് സംഘങ്ങൾ ഇനിയും ഈ തലമുറ ഇനി ജയിലിലാണെങ്കിലും പിടിക്കപ്പെട്ടാലും എവിടെയാണെങ്കിലും വേറെ ഒരു തലമുറ ഇതുപോലത്തെ വിഷയങ്ങളും പറഞ്ഞ് വരും. നിങ്ങൾ ആരും തന്നെ ഇതുപോലത്തെ ഉഡായിപ്പ് വിഷയങ്ങളുമായി ഇനിയും ഇവരല്ലെങ്കിൽ വേറൊരു തലമുറ വരും. അപ്പോൾ അതിലൊന്നും നിങ്ങൾ വഞ്ചിതരാകാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.